എന്റെ ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരിക്കാൻ എന്റെ നട്ടിലാർക്കും ഞാൻ പണം വെച്ചിട്ടില്ല. ആദ്യം പറഞ്ഞ കേട്ടില്ല അച്ഛ, ഞാൻ അവന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞത്. രാധിക വിഷമത്തോടെ മുത്തശ്ശിനോട് പറഞ്ഞു. അടുത്തിരുന്ന് കരയുന്ന നന്ദയെ മുത്തശ്ശി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഞാൻ തരാനിരുന്നതാ അവൻ തന്നത്. ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം ഇവിടെ വേണ്ട. നന്ദമോളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തികളും ഇവിടെ കണ്ടുപോകരുത്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴേ ഇവിടുന്ന് പടിയിറങ്ങാം. എന്റെ ഭാര്യ അവൻ അടിച്ചിന് അച്ഛനൊന്നും പറയാനില്ലേ? ഇന്നലെ വന്ന ഇവളാണോ ഇപ്പൊ എല്ലാവർക്കും വലുത്? നിന്റെ ഭാര്യയുടെ നാവിന് അതൊന്നും കിട്ടിയാ പോരാ. ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടല്ലേ ആദിയുടെയും നന്ദയുടെയും കല്യാണം ഉറപ്പിച്ചു മുതൽ ഞാൻ കാണുന്നതാ ഇവളുടെ പ്രശ്നം. നന്ദമോൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല രാധിക. മുത്തശ്ശൻ അവസാന തീരുമാനം അറിയിച്ച് അവിടുന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. രാധിക നന്ദയൊന്ന് ദേഷ്യപ്പെട്ട് നോക്കി ചവിട്ടിത്തുള്ളി റൂമിലേക്ക് പോയി. നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? എല്ലാവരുടെയും മുമ്പിൽ വെച്ച അവൻ ആദ്യം തല്ലിയത്. നിനക്ക് അവന്റെ സ്വഭാവം അറിയാവുന്നല്ലേ, പിന്നെ വടി കൊടുത്ത് അടി വാങ്ങാൻ പോയത് എന്തിനാ? ഓ, ഇപ്പൊ കുറ്റം എനിക്കായോ? നിങ്ങൾക്ക് കഴിവില്ലായിട്ടാ അവൻ എന്നെ അടിച്ചത്. രാധിക മതി, ഓരോന്ന് പറഞ്ഞ് ഈ പ്രശ്നം വലുതാക്കണ്ട. ഇനിയെങ്കിലും നീ ഒന്ന് അടങ്ങിയിരിക്കും. അതും പറഞ്ഞ് രാമകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് പ്രീതി അവിടേക്ക് വന്നു. ആ പ്രീതി മോളെ, നീ എപ്പോ വന്നു? ദേ ഇപ്പൊ വന്നേയുള്ളൂ ആന്റി. നീ ഇവിടുത്തെ സംഭവമൊക്കെ അറിഞ്ഞു? ആ ദേവനന്ദയെ പൊക്കിക്കൊണ്ട് നടക്കുക ഇവിടെ എല്ലാവരും. രാധിക സംഭവിച്ചെല്ലാം പ്രീതിയോട് പറഞ്ഞു. ഇന്നലെ കയറി വന്ന് അവൾക്ക് വേണ്ടി ആദ്യം ആന്റി അടിച്ചോ? ആകെ നാണം കിട്ടും. അവൾ ഇവിടെയല്ലേ ജീവിക്കുന്നത്. എന്നേക്കുമായിട്ട് അവൾ ഇവിടുന്ന് ഇറക്കാനുള്ള പണി നമുക്ക് കൊടുക്കാം. പ്രീതി പറഞ്ഞു. രാധിക ഒന്ന് അമർത്തി മൂളി. ദേവാ സ്റ്റോപ്പ് ഇറ്റ്, കുറെ നേരായി. കട്ടിലെ ഏങ്ങലടിച്ച് കരയുന്ന അവൾ നോക്കി ദേഷ്യത്തോടെ ആദ്യം പറഞ്ഞു. അവളുടെ കരച്ചിൽ വീണ്ടും കൂടിയതും ആദ്യം ഒന്ന് ദേഷ്യം നിയന്ത്രിച്ച് അവളുടെ അരികിലായിരുന്നു. ദേവ വല്യമ്മ അങ്ങനെ ഒരു സ്വഭാവമായിപ്പോയി. അവരെന്തെങ്കിലും പറഞ്ഞിങ്ങനെ ഇരുന്ന് കരയാൻ പാടുണ്ട്. പെൺകുട്ടികളായ കുറച്ച് ബോൾഡ്നെസ് വേണം. അവരെന്ത് പറഞ്ഞാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്ക് വളാവുന്നു. അത് അവരുടെ വിജയവും നമ്മുടെ പരാജയവുമാണ്. അവളുടെ കണ്ണീർ തുടച്ചു നീക്കി ആദ്യം പറഞ്ഞു. ദേ നോക്കിക്കേ. ആദ്യം അവളുടെ മുഖം പിടിച്ചു ഉയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി. എൻ്റെ കുഞ്ഞൂസ് ബോൾഡല്ലേ? അല്ലെങ്കിൽ എനിക്കാ നാണക്കേട്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. മൂളിയാ പോരാ, പാലിക്കണം. പാലിക്കാം. ഗുഡ്. അവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ഈ കണ്ണിങ്ങനെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അവളുടെ കൺപോളയിൽ ചുണ്ടുകൾ അമർത്തി അവൻ പറഞ്ഞു. നന്ദയുടെ മുഖത്ത് ഒരു ചെറുപ്പുഞ്ചിരി വിരിഞ്ഞു. ദേവ. അവളുടെ ചുണ്ടിൽ തള്ളുവിരൽ കൊണ്ട് തഴുകിയവൻ വിളിച്ചു. അവൾ പകപ്പോടെ അവനെ നോക്കി. ഒരു കണ്ണിറുക്കി കാണിച്ചവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൻ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തു. അവളുടെ കണ്ണുകളും മിഴിഞ്ഞു. കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി അവൻ നുണഞ്ഞു. അവന്റെ നാവ് അവളുടെ കീഴ്ചുണ്ടിൽ ഇഴഞ്ഞു. ചെറുതായി വിടർത്തിയ അധരത്തിലൂടെ അവൻ നാവിനെ കടത്തി അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചു. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. കൈകൾ ബെഡിലായി മുറുകി. അവന്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ വയറിലാകെ പരതി നടന്നു. ചുംബനത്തിന് തീവ്രതയേറിയതും അവന്റെ കൈകൾ മെല്ലെ മുകളിലേക്ക് കയറി അവളുടെ മാറിലായി അമർത്തി. അവളൊന്ന് പിടഞ്ഞു. അവന്റെ കൈകളുടെ മുറുക്കം കൂടി. പെട്ടെന്ന് ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. നന്ദൻ ഞെട്ടലോടെ വാതിൽ ഭാഗത്തേക്ക് നോക്കി. പെട്ടെന്ന് അവൾ ആദ്യം പിടിച്ചു മാറ്റി. എന്താ ദേവ? അവൻ പരിഭവത്തോടെ ചുണ്ടുകൂർപ്പിച്ച് ചോദിച്ചു. അവൾ ഡോർ ഭാഗത്തേക്ക് കണ്ണുകൾ കാണിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ചേൽക്കുന്ന പ്രീതിയെ കണ്ടതും ആദിയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. എന്താ പ്രീതി ഇത്? ഒരു റൂമിൽ കയറി വരുന്നതിന്റെ മാനേഴ്സ് അറിയില്ല നിനക്ക്? സോറി ആദി, നീ മാത്രമേ ഉള്ളൂ എന്ന് കരുതി. ഇവിടെ കയറി ഇറങ്ങാൻ ഞാൻ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. ദേഷ്യം വന്ന പ്രീതി മുഷ്ടി ചുരുട്ടി അടക്കി. നന്ദയുടെ മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന അവൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം തന്നെയായിരുന്നു. നന്ദ ആദിയുടെ തോളിലായി പിടിച്ച്. എന്തിനാ വന്നേ? ആദി ദേഷ്യം നിയന്ത്രിച്ച് ചോദിച്ചു. നിനക്ക് എങ്ങനെയുണ്ടെന്നറിയാം. കുഴപ്പമില്ല. ആദ്യ അലസമായി മറുപടി നൽകി. പൊട്ടലുണ്ടോ കയ്യിൽ? നന്ദയ്ക്കെന്നെ മനസ്സിലായോ? ഇല്ല, ഞാൻ പ്രീതി, പൂജയുടെ അനിയത്തിയാണ്. അതിന് നന്ദയൊന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ ശരി, പിന്നെ കാണാം. ആദിയുടെ താല്പര്യമില്ലായ്മ കണ്ട് പ്രീതി പെട്ടെന്ന് തന്നെ തിരികെ ഇറങ്ങി. അവൾ ഇറങ്ങിയതും ആദി ദേഷ്യത്തോടെ ഡോർ വലിച്ചടച്ച് ലോക്ക് ചെയ്തു. തന്റെ മുഖത്തിനടിയേറ്റ കണക്ക് പ്രീതിക്ക് തോന്നി. അവരുടെ റൂമിൽ ചെന്നപ്പോൾ കണ്ട ദൃശ്യം അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. മുടിയിലൂടെ വിരലുകൾ കടത്തിയവൾ കുറച്ചു നേരം നിന്നു. അടഞ്ഞുകിടന്ന വാതിൽ നോക്കി അവൾ പുറത്തേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് രാധിക. പാർക്കിംഗ് ഏരിയയിൽ പോയി കാറിൽ കയറാൻ നേരത്തെ പിറകിലായി ഒരാൾ വന്ന് അവരുടെ മൂക്കിലേക്ക് ഒരു മരുന്നടുപ്പിച്ചു. അവർ ബോധം കെട്ട് തളർന്നു വീണു. കണ്ണുകൾ വലിച്ചു തുറന്ന രാധിക പേടിയോടെ ചുറ്റും നോക്കി. കൈകൾ ബന്ധിച്ച നിലയിൽ ഒരു കസേരയിലാണ് അവർ ഇരിക്കുന്നത്. അവർ ഉണർന്നു ഡോർ തുറന്ന് ആദ്യം അകത്തേക്ക് വന്നു. അവന്റെ വേഷവും ഭാവവും കണ്ട് രാധിക ഭയം കൊണ്ട് വിറച്ചു. ആദി, നീ എന്തിനാ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന്? അഴിച്ചുവിട്. കസേരയിൽ കിടന്ന് കൈകൾ ബലമായി തിരിച്ചുകൊണ്ട് രാധിക പറഞ്ഞു.
അഴിച്ചു വിടാനാണെങ്കിൽ കെട്ടിയിടേണ്ട കാര്യമില്ലല്ലോ വല്യമ്മേ. സമയമാവുമ്പോൾ ഞാൻ തന്നെ അഴിച്ചു വിട്ടോളാം. നീ എന്നെ എന്ത് ചെയ്യാൻ പോവാ? കാണാൻ പോകുന്ന പൂരെന്തിനാ പറഞ്ഞറിയിക്കുന്നത്? അവനൊരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു അടുത്തിരുന്ന ടേബിളിൽ നിന്ന് മരുന്നെടുത്തു. അവൻ്റെ ഓരോ നീക്കങ്ങളും അവർ പകപ്പോടെ നോക്കി നിന്നു. അവൻ്റെ കയ്യിലിരുന്ന സിറിഞ്ചിലേക്കും അവൻ്റെ മുഖത്തേക്കും അവർ മാറി മാറി നോക്കി. ഭയം കൊണ്ട് അവർ വിറച്ചു. ഇങ്ങനെ ഒരു ഭാവം അവരാദ്യം മുമ്പൊന്നും കണ്ടിട്ടില്ല. ഈ മെഡിസിൻ ഉണ്ടല്ലോ, മനുഷ്യ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്താൽ നിമിഷങ്ങൾക്ക് ശേഷം അയാളുടെ BP കൂടും, ഹാഫ് പാരലൈസ് ആവും, സംസാരശേഷി നഷ്ടമാവും, പിന്നെ ആജീവനാന്ന് കിടക്കയിൽ കിടക്കാം. ആദ്യം ഇതൊക്കെ തന്നോട് എന്തിനു പറയുന്നോർത്ത് രാധിക പകച്ചിരുന്നു. ഇത് നിങ്ങൾക്കുള്ള എൻ്റെ ചെറിയൊരു സമ്മാനം. അത് ഞാൻ എന്തു ചെയ്തു? ഭയം കൊണ്ട് അവരുടെ ശബ്ദം ഇടറിപ്പോയി. നിങ്ങളൊന്നും ചെയ്തില്ലേ? എൻ്റെ ദേവക്ക് ജാതകത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നെ കാണാൻ കാത്തിരുന്ന പെണ്ണിനെ നിങ്ങൾ ഈ കൈ കൊണ്ടല്ലേ തട്ടി അകറ്റിയത്? അത് നിനക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എനിക്കങ്ങനെ സംഭവിച്ച അവിടെ തെറ്റെന്താണ്? അവൻ ദേഷ്യത്തോടെ അലറി. രാധിക പേടിച്ചു പോയി. ദാ ഈ മരുന്ന് നിങ്ങൾക്കുള്ളൊരു ചെറിയ സമ്മാനമാണ്. അത് ഞാൻ നിന്റെ വല്യമ്മയാ. അതെനിക്കറിയാലോ. അതുകൊണ്ടാ മരണശിക്ഷ ഞാൻ നൽകാത്തത്. ഇനിയുള്ള കാലം ഒരു ബെഡിൽ കിടക്കാം. പരസഹായം കൂടാതെ ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. നിങ്ങളുടെ നാവ് കൊണ്ട് എൻ്റെ പെണ്ണിനെതിരെ ദൂഷിച്ച ഒരു വാക്കുപോലും ഉരിയാടാൻ കഴിയില്ല. നിങ്ങളുടെ കൈകൾ ഇനി അവളെ തള്ളിമാറ്റാനായിട്ട് ഉയരില്ല. എൻ്റെ പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന് പകരം അവളുടെ ഭർത്താവ് ആദിദേവ് നിങ്ങൾക്ക് തരുന്ന സമ്മാനം. ഇനി നിങ്ങൾ തളർച്ചയോടെ ഒരു ബെഡിൽ കിടന്ന് കണ്ണീർ വാർക്കണം. എൻ്റെ പെണ്ണി 2 ദിവസം കൊണ്ട് അനുഭവിച്ച കണ്ണീരിന് പകരം. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇനി ഒന്നും ആവർത്തിക്കില്ല. പ്ലീസ് ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നിട്ടുള്ളതാ. ഇനിയില്ല. ഈ കാര്യത്തിൽ ആദ്യം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ആദ്യം ഉടനെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു ഒരാൾ അവിടേക്ക് വന്നു. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ഇഞ്ചെക്ട് ചെയ്യാൻ പാടായതുകൊണ്ട് മെഡിസിൻ ആദ്യം അയാളെ ഏൽപ്പിച്ചു. ആദ്യം രാധികയുടെ ഫ്രണ്ടിലുള്ള കസേരയിലായിരുന്നു. ആദ്യം സോറി, പ്ലീസ് നീ ഇങ്ങനെ ചെയ്യരുത്. ഞാനിനി നന്ദയെ വിഷമിപ്പിക്കില്ല, ഒന്നും പറയില്ല. കണ്ണീരോട് അവർ പറഞ്ഞു. നിങ്ങൾ ഇനി പറയില്ലെന്നും പറഞ്ഞാൽ എൻ്റെ പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന് മറുപടി ആവില്ലല്ലോ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നും പറഞ്ഞ് തള്ളിക്കളയാനൊന്നും പറ്റില്ല. നിങ്ങളുടെ കണ്ണീരിന് മുമ്പിൽ ആദ്യം ഒട്ടും മുടക്കുകയില്ല. അവനൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. അയാളെ നോക്കി ഇഞ്ചെക്ട് ചെയ്യാൻ കണ്ണു കാണിച്ചു. ഹേയ് നോ! അയാൾ മരുന്ന് അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ ശ്രമിച്ചതും രാധിക കസേരയിൽ നിന്ന് കുതിരാൻ തുടങ്ങി. ഒരു സൈഡിൽ വന്ന് ആദ്യം ഫലമായി അവരെ പിടിച്ചിരുത്തി. അയാൾ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തു. കുറച്ച് നിമിഷത്തിന് ശേഷം രാധികയിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങി. അവരുടെ നെഞ്ചിലിപ്പ് കൂടി. നെഞ്ചിലേക്ക് വല്ലാത്തൊരു വേദന പടർന്നു കയറി. മൂക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞു. ആദി പ്ലീസ് ഹെൽപ്പ് മീ, വേദന എടുക്കുന്നു. ഉറപ്പായി ഞാൻ രക്ഷിക്കും വല്യമ്മേ. പെട്ടെന്ന് അവർ ബോധം പറഞ്ഞു വീണു. ഷിഫ്റ്റ് യുവർ ടു AV ഹോസ്പിറ്റൽ. ആദ്യം അടുത്തുനിന്ന് അയാൾക്ക് ആജ്ഞ നൽകി പുറത്തേക്ക് ഇറങ്ങി.